യമൻ ലെക്സ ഉണ്ടാക്കുമ്പോൾ ഇന്ത്യൻ ലെക്സ ആക്കാം. സവോള 2, ഒരു തക്കാളി, ഒരു ചീസ് സ്ലൈസ്, ഒരു ക്രീം ചീസ്, അതിൻ്റെ 2 സ്പൂൺ മതിയാവും, ഒരു ചില്ലി, ഗ്രീൻ ചില്ലി, കുറച്ച് കറി ലീവ്സ്, ടൊമാറ്റോ, കെച്ചപ്പ്, 3 eggs and bread. It's like bread pizza. പാനിലേക്ക് 3 സ്പൂൺ ഓയിൽ ഒഴിച്ച്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ സവോള ഇട്ട് വഴറ്റുന്നു. ഉപ്പിട്ട് കൊടുക്കുന്നു. സവോളയും തക്കാളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കുറച്ച് ഒരു മുളകുണ്ട്, കുറച്ച് കറിവേപ്പിലുണ്ട്, സവോള 2 എടുത്ത് ഇതിലേക്ക് തക്കാളി കൂടെ അരിഞ്ഞിട്ട് വേവിക്കും. തക്കാളി അരിഞ്ഞിട്ട് ഇതിൽ കൊഴിഞ്ഞ് വേവിക്കാം. രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ചെറുതീയിൽ മൂടി വെച്ച് വേവിക്കണം. തക്കാളിയും സവോളയും മുളകും. ടൊമാറ്റോ കെച്ചപ്പ് ഓപ്പൺ ചെയ്യട്ടെ. ഒഴിച്ച് അത് കഴിക്കും. തക്കാളിയും സവോളയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കണം. മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം പൊടി, മസാലപ്പൊടി ഇട്ടു, കാശ്മീർ ചില്ലി പൗഡർ, ചില്ലി ഫ്ലേക്സ്, മല്ലി, കൊറിയാണ്ടർ പൗഡർ, ഇച്ചിരി പെപ്പർ പൊടി, ഇതെല്ലാം ഇട്ട് ഇളക്കുന്നു. ടൊമാറ്റോ കെച്ചപ്പ് 2 സ്പൂൺ ഒഴിക്കുന്നു. ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നു. 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് 2 വെള്ളം ഒഴിക്കുന്നു. ഒഴിച്ചു ഇളക്കി കുറച്ച് വെള്ളം ചേർത്ത് വേവിക്കുന്നു. ചെറുതീയിൽ ഇട്ട് ഇളക്കി വേവിക്കുന്നു. ഇതെല്ലാം കൂടെ ഇളക്കി മിക്സാക്കും. മുട്ടയിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഇളക്കി. രണ്ട് മിനിറ്റ് മൂടി വെക്കുന്നു. അടുത്തായിട്ട് ഒരു സ്ലൈസ് ചീസ് ഇടുന്നു. ഒരു സ്ലൈസ് ചീസ് ഇട്ട് പിന്നെ കുറച്ച് 2 സ്പൂൺ ക്രീം ചീസ് കൂടി ചേർക്കുക. അതിനകത്ത് 2 സ്പൂൺ ഇടുക. 2 സ്പൂൺ ക്രീം ചീസ് ചേർത്തു. പിന്നെ ഒന്ന് നിരത്തി വെച്ച് ഇത് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു. ചീസ് ചേർത്തിട്ട് 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുന്നു. ഇതിപ്പം 2 മിനിറ്റായി. ഇനി ഇതിലേക്ക് ബ്രെഡ് ചെയ്യുന്നു. ബ്രെഡ് പിസ്സയാക്കാം.
ഇന്ത്യൻ ലെക്സാറ് പിസ്സ